നമസ്കാരം. മൈ യൂണിവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ പോത്ത്. PSC മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. PSC മത്സര പരീക്ഷകൾ എഴുതുന്നതിനുള്ള പ്രായപരിധി ഉയർത്താനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. നമുക്കറിയാം, PSCയുടെ സാധാരണ എക്സാമുകൾ, ഇപ്പം LD ക്ലർക്കിന്റെ എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്നതിന് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് നിലവിൽ പ്രായം അനുവദിച്ചിരിക്കുന്നത് 36 വയസ്സ് വരെയാണ്. എന്നാൽ സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് ജനറൽ എക്സാമുകൾ 40 വയസ്സ് വരെ എഴുതാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രായപരിധിയോട് ഒപ്പം അധികമായി 4 വർഷം കൂടി ലഭിക്കും എന്നുള്ളതാണ് പുതിയ തീരുമാനത്തിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അപ്പൊ അത് ജനറൽ കാറ്റഗറിക്ക് മാത്രമല്ല, സംവരണ വിഭാഗക്കാർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. നമുക്കറിയാം, നിലവിൽ OBC വിഭാഗത്തിൽ പെടുന്നവർക്ക് ജനറൽ എക്സാമുകൾ എഴുതുന്നതിനുള്ള പ്രായപരിധി 39ആണ്. എന്നാൽ പുതിയ തീരുമാനത്തിലൂടെ 43 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഇനി SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് നിലവിൽ 41 വയസ്സ് വരെയാണ് ജനറൽ എക്സാമുകൾ എഴുതാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ തീരുമാനത്തിലൂടെ 45 വയസ്സ് വരെയുള്ളവർക്ക് എക്സാം എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. അപ്പൊ PSCയുടെ എല്ലാ ജനറൽ എക്സാമുകൾക്കും ഈ പറയുന്ന 4 വർഷം അധികം ആയിട്ട് ലഭിക്കുന്ന ഇളവ് ഇനി മുതൽ ലഭിക്കുമെന്ന് ഓർത്തിരിക്കുക. എന്നാൽ ഈ പറയുന്ന മറ്റു ചില എക്സാമുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന യൂണിഫോം പോസ്റ്റ് പോലുള്ള എക്സാമുകൾക്ക് ഈ 4 വർഷ ഇളവ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അത് പുറകാലെ വരുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയാൽ മാത്രമേ നമുക്കത് അറിയുവാൻ സാധിക്കത്തുള്ളൂ. എന്നാലും ജനറൽ എക്സാമുകൾക്കെല്ലാം തന്നെ 4 വർഷത്തിന്റെ അധിക ഇളവ് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള തീരുമാനത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി എന്ന് തൊട്ട് ഇത് PSC നടപ്പാക്കും എന്നും നമുക്കറിയത്തില്ല. ഇനി വരുന്ന നോട്ടിഫിക്കേഷനകത്ത് ഈ മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയതിന്റെ കാരണം എന്താണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്കറിയാം, നേരത്തെ നമ്മുടെ സർക്കാർ സർവീസിലേക്ക് കയറുന്നവർക്ക് ഈ പറയുന്ന പെൻഷൻ ഉണ്ടായിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 2013 കേരളത്തിൽ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കുകയും അതിനു പകരം പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഈ പറയുന്ന പണ്ട് കാലങ്ങളിൽ ലഭിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള പെൻഷൻ ഇനി കയറുന്നവർക്ക് ലഭിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പെൻഷൻ രീതിയിലാണെങ്കിൽ, അതായത് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ളവർക്കാണെങ്കിൽ അവിടെ വിരമിക്കൽ പ്രായം 56 വയസ്സായിരുന്നു. എന്നാൽ ഈ പുതിയതായിട്ടുള്ള ഈ ഒരു രീതിയിലൂടെ പങ്കാളിത്ത പെൻഷനിലൂടെ സർവീസിലേക്ക് വരുന്നവരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പ്, 4 വർഷത്തിന്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതുന്നവർക്കുള്ള പ്രായപരിധി കൂടി ഉയർത്താനുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ആണോ ഇത്രയും ഉയർന്ന പ്രായപരിധിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. മറ്റു ചില സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഉയർന്ന പ്രായപരിധിയിലുള്ളവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രായപരിധി വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 46 വയസ്സ് വരെ PSC എക്സാമുകൾ എഴുതാൻ സാധിക്കും. അതുപോലെ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ 42 വയസ്സ് വരെയുള്ളവർക്ക് PSC എക്സാം എഴുതാൻ സാധിക്കും. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കഴിഞ്ഞിടെ ഒരു തീരുമാനം വരുന്നുണ്ട്, 40 വയസ്സ് വരെയാണ് അവിടെ PSC എക്സാം എഴുതാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലും തീരുമാനം ആവുകയാണ്. ഉടൻ തന്നെ ആ ഒരു തീരുമാനം പ്രാബല്യത്തിൽ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം PSC മത്സര പരീക്ഷ തലങ്ങളുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു നല്ല അവസരമാണ്. അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ, ചിലപ്പം ചിലരൊക്കെ ഏജ് ഓവർ ആയി എന്നുള്ള വിഷമത്തിലുള്ളവർ കാണും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അവസരമാണ്. വീണ്ടും പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ പരീക്ഷ എഴുതി അവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ ഉള്ള എല്ലാ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.